പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ ജീവിതത്തിൽ പലവിധമായ പീഡകളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും നിരാശയുടെ അനുഭവങ്ങൾ ജീവിതത്തിൽ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണോ? നിങ്ങളുടെ ചുറ്റുമുള്ള പ്രശ്നങ്ങളെ ഓർത്ത് നിങ്ങൾ ഒരു ആശ്വാസകരമല്ലാത്ത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുകയാണോ? ജീവിതത്തിൻ്റെ സന്തോഷങ്ങളൊക്കെ മാറി ദുഃഖത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും ഒരു അനുഭവത്തിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണോ? ഒരു പ്രയാസങ്ങൾ മാറുമ്പോൾ അടുത്ത പ്രയാസങ്ങൾ ഇങ്ങനെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണോ നിങ്ങൾ കടന്നു പോകുന്നത്? എങ്കിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട, നിരാശപ്പെടേണ്ട. സങ്കീർത്തനക്കാരൻ 46-ാം അധ്യായം 46 സങ്കീർത്തനം 46 1-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുകയാണ്: സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്. അവൻ സൈന്യങ്ങളുടെ യഹോവയാണ്. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്. യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്. യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, യൗവനക്കാരെ, മാതാപിതാക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിരാശയുടെയും ആകുലതയുടെയും ഒരു സാഹചര്യത്തിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ഈ വചനം, സങ്കീർത്തനക്കാരൻ്റെ 46:1 വചനം നിങ്ങൾ പല ആവർത്തി നിങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ സങ്കീർത്തനം നിങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമാധാനത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകും. ദൈവം നിങ്ങളെ സമാധാനത്തിൻ്റെ സ്വസ്ഥമായ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും. അതിൽ യാതൊരു തർക്കവുമില്ല. ഈ വചനം നിനക്ക് വേണ്ടിയുള്ളതാണ്. ഇതിലൂടെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. അതുകൊണ്ട് വിശ്വാസത്തോടുകൂടി എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ സങ്കീർത്തനം നിങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് മാറ്റങ്ങളുണ്ടാകും. തീർച്ചയായും ഇത് മാറ്റങ്ങൾ നിങ്ങൾ വരുമ്പോൾ നിങ്ങളിത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പ്രത്യേകമായിട്ട് പറയണം. ദൈവത്തോട് നിങ്ങൾ നന്ദിയുള്ളവരായി തീരണം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.